അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ രാവിലെ ഒരു വീഡിയോ ചെയ്തേ ഉള്ളൂ, അതിനുശേഷം ഇപ്പോഴാണ് വീഡിയോ. അപ്പോൾ തുടരും എന്ന ചിത്രത്തിൻ്റെ ഇന്നത്തെ കളക്ഷനും അതുമായിട്ട് തുടരും സിനിമ എത്ര കോടി നേടി എന്നുള്ളതുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്നത്. 4 ദിവസം കൊണ്ട് തുടരും എന്ന ചിത്രം കേരളത്തിൽ നേടിയത് 27,15,00,000 രൂപയാണ്. 4 ദിവസം കൊണ്ട് മാത്രമാണ് ഈ തുക കരസ്ഥമാക്കിയത് എന്ന് ഓർക്കുക. അപ്പോൾ ഇന്നത്തെ കളക്ഷൻ നമ്മൾ പ്രതീക്ഷിക്കും. ഇന്നലെ 6,85,7 കോടി റേഞ്ചിലായിരുന്നു ഇന്നലത്തെ തുടരും കളക്ഷൻ. അങ്ങനെയാണ് 27,15,00,000 രൂപ 15-20 ലക്ഷം രൂപയിലേക്ക് തുടരും എന്ന ചിത്രം എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന തുക എന്ന് പറയുന്നത് ഇന്നലെ ട്രാക്കിംഗ് കളക്ഷൻ പ്രകാരം ഇന്നലെ ഈ സമയം 5,90,00,000 രൂപയായിരുന്നു. ഇന്ന് അല്പം മുമ്പ് കിട്ടിയ വിവരം അനുസരിച്ച് 5,55,00,000 രൂപയുണ്ട്. അപ്പം ഏകദേശം ഇന്നലത്തെ കളക്ഷൻ തന്നെ ഇന്നും പ്രതീക്ഷിക്കാം എന്ന് തോന്നുന്നു. അങ്ങനെയെങ്കിൽ ഇന്നും ഒരു 6.5-7 കോടിക്ക് അടുത്തുള്ള തുക തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്നുകൊണ്ട് ചിത്രം കേരളത്തിൽ നിന്ന് മാത്രമായി 34 കോടി കടക്കും എന്ന് തന്നെയാണ് നമ്മൾ ഉറപ്പായിട്ട് വിശ്വസിക്കുന്നത്. അതുപോലെ വേൾഡ് വൈഡായിട്ട് ഇന്നലെ നേടിയത് 13,90,00,000, ഏകദേശം 14 കോടിക്ക് മുകളിലുള്ള തുക തന്നെയാണ് ഇന്നലെ നേടിയത് എന്നാണ് അറിയാൻ പറ്റുന്നത്. അങ്ങനെയെങ്കിൽ ചിത്രം ഇന്നലെ കൊണ്ട് നേടിയത് 83,25,00,000 ഇന്നലെ കളക്ഷനായിട്ട് നേടിയിട്ടുണ്ട് ഇന്നലെ വരെ. അപ്പോൾ ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു 12 കോടി റേഞ്ചിൽ തന്നെയാണ് ഇന്നും പ്രതീക്ഷിക്കുന്നത്. 12 കോടിക്ക് മുകളിലുള്ള ഒരു തുക തന്നെയാണ് ഇന്നും പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ചിത്രം ഇന്നുകൊണ്ട് 95 കോടിക്ക് മുകളിലുള്ള തുക തന്നെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. തുടരുന്ന ഈ ചിത്രത്തിൻ്റെ ഹൈപ്പ് അത്രമേലുണ്ട്. വർക്കിംഗ് ഡേയിലും ജനങ്ങൾ ഇങ്ങനെ ഇടിച്ചു കയറുന്ന കാഴ്ചകൾ തന്നെയാണ് നമ്മൾ കാണുന്നത്. അതുപോലെ ഉത്സവകാലങ്ങളിലെല്ലാം മിക്കവാറും സെൻറ്ററുകളിലെല്ലാം ഉത്സവകാലങ്ങളിൽ പുതിയ പുതിയ ഷോകൾ ആരംഭിക്കുന്നു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. കാര്യം ഉത്സവത്തിൻ്റെ സീസണാണ്. അപ്പം പല ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഉത്സവം നടക്കുമ്പോൾ ആ ചിത്രത്തിന് ഒത്തിരി ഷോകൾ ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ കളക്ഷനെ ഗണ്യമായി കൂട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ എങ്ങനെ പോയാലും ഇന്ന് 90, 95, 96 കോടിയിലേക്ക് എത്തും എന്ന് തന്നെ നമ്മൾ ഉറപ്പായിട്ട് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ അഡ്വാൻസ് ബുക്കിംഗ് കൂടെ ആകാൻ കഴിയുമ്പോൾ 100 കോടി കളക്ട് ചെയ്യുന്ന ഒരു ചിത്രമായിട്ട് തുടരും എന്ന ചിത്രം മാറും എന്ന് ഉറപ്പായിട്ട് നമുക്ക് പറയാൻ പറ്റും. അഡ്വാൻസ് ബുക്കിംഗ് ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ തന്നെ ഏകദേശം 3 കോടിക്ക് അടുത്തുള്ള അഡ്വാൻസ് ബുക്കിംഗ്, നാളത്തേക്കുള്ള അഡ്വാൻസ് ബുക്കിംഗ് ആയിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പോൾ എങ്ങനെ പോയാലും നാളെ കൊണ്ട് അല്ലെങ്കിൽ ഇന്നോ നാളെയോ കൊണ്ട് ഇത് 100 കോടി എത്തുന്ന ഒരു ചിത്രമായി മാറും എന്ന് ഏകദേശം ഉറപ്പാക്കിയിരിക്കുകയാണ്. അതുപോലെ മോഹൻലാലിൻ്റെ ഒരു ചിത്രം ഗാനചിത്രീകരണം പൂർത്തിയാക്കി എന്നുള്ള വാർത്തകൾ വരുന്നുണ്ടായിരുന്നു. വേൽമുരുക പോലെ ഒരു ചിത്രം ഗാനമേളക്കാർക്ക് പാടി തിമിർക്കാൻ ഒരു ഗാനം ഒരുക്കിയിട്ടുണ്ട്. അത് പടത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതിൻ്റെ ചിത്രീകരണം എല്ലാം പൂർത്തീകരിച്ചു. അത് നാളെ കൊണ്ടാട്ടം എന്ന രീതിയിൽ അത് പുറത്ത് വിടുന്നുണ്ട്. നാളെ 6 മണിക്കാണ്. എനിക്ക് തോന്നുന്നു നാളെ 100 കോടി കിട്ടുകയും ഈ ഗാനം പുറത്തു വിടുകയും ആഘോഷമാക്കാനാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് 100% നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ നാളെ 6 മണിക്ക് ആ ഗാനം പുറത്തു വിടുന്നുണ്ട്. പിന്നെ നമുക്കറിയാൻ പറ്റുന്ന വേറെ ഒരു വാർത്ത എന്ന് പറയുന്നത് എമ്പുരാൻ OTTയിലേക്ക് വന്നല്ലോ. എമ്പുരാൻ OTTയിലേക്ക് വന്നത് വളരെ നേരത്തെ തന്നെ ആയിപ്പോയി എന്ന് പലരും പറയുന്നുണ്ട്. കാര്യം 25 ലക്ഷമൊക്കെ തിയേറ്ററിൽ കളക്ഷൻ നേടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എമ്പുരാൻ OTTയിലേക്ക് വരുന്നത്. അപ്പം 1 മാസം ആകുന്നതിന് മുമ്പ് OTTയിലേക്ക് പോകുന്നു. ജിയോ ഹോട്ട്സ്റ്റാറാണ് എമ്പുരാൻ എടുത്തതെങ്കിലും എമ്പുരാൻ ഇപ്പോഴും ട്രെൻഡിങ്ങിൽ നമ്പർ 1 ആയിട്ട് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇന്ത്യയിലെ നമ്പർ 1 ആയിട്ട് ജിയോ ഹോട്ട്സ്റ്റാറിൽ എമ്പുരാൻ തന്നെ നിലനിൽക്കുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ പറ്റുന്നത്. കാരണം കളക്ഷൻ റെക്കോർഡ് ഭേദിച്ചതുപോലെ തന്നെ അന്നും ഇറങ്ങിയപ്പോഴും ഇന്ത്യയിലെ നമ്പർ 1 ചിത്രം എമ്പുരാനായിരുന്നു. ഇപ്പോൾ OTT റിലീസ് ആകുമ്പോഴും എമ്പുരാൻ തന്നെ നമ്പർ 1 ആയി തുടരുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. അങ്ങനെ എല്ലാം കൊണ്ടും
2025 ലാലേട്ടൻ വർഷമായിട്ട് ഇങ്ങനെ ആഘോഷിക്കുകയാണ്, തിമിർക്കുകയാണ്. ലാലേട്ടൻ ആരാധകർക്ക് തിമിർത്ത് ആഘോഷിക്കാനുള്ള വക തന്നെയാണ് 2 ചിത്രങ്ങൾ നൽകിയത്. തുടർന്നുള്ള ദിവസങ്ങളിൽ പുതിയ പുതിയ വിശേഷങ്ങളും വാർത്തകളുമായിട്ട് വീണ്ടും ഞാൻ എത്തുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ശിവരാത്രി. ഓക്കെ, ബൈ.